നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മയുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അത് നടക്കട്ടെ. പക്ഷേ എനിക്കൊരു തീരുമാനം ഉണ്ടാവുമല്ലോ. നിനക്ക് പ്രത്യേകിച്ച് എന്ത് തീരുമാനം? എന്റെ ഭാര്യയ്ക്ക് നിൽക്കാൻ പറ്റാത്ത സ്ഥലത്ത് ഞാൻ എന്തിനു നിൽക്കുന്നു? ഞാൻ എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഇവിടുന്ന് പോകുന്നു. മരിച്ചുപോയ മകനോട് ചെയ്ത പോലെ നീ ഈ കുഞ്ഞിനും ഇരിക്കപ്പിണ്ണം വെക്കരുത്. ജീവിച്ചിരിക്കുന്നവരെ കൊല്ലാൻ ബഹുമിടിക്കല്ലേ നീ? കൊല്ലേ. അതിന്റെ കൂടെ തെക്കുംപുറത്ത് ഈ ഭക്തന് കൂടി ഒരു പട്ടണ ഒരുക്കിയേക്കാം. ഞാൻ പോവാ. എങ്ങോട്ട്? എങ്ങോട്ടാ നീ പോകുന്നേ? എങ്ങോട്ടെങ്കിലും. ജീവിക്കാൻ മാർഗമില്ലെങ്കിൽ മരിക്കും. എന്റെ മോളെ, നീ അങ്ങനൊന്നും പറയല്ലേ. നിന്നെ ഞാൻ എങ്ങനെ പറയാനോ അമ്മ? നീ വാ, ഞാൻ പറയട്ടെ. വാ. എന്നെ ആട്ടി പുറത്താക്കിയ വീട്ടിലേക്ക് ഞാൻ തിരികെ വരാനോ? അതിലും ഭേദം എനിക്ക് മരണമല്ലേ അമ്മ? നിന്നെ ഇവിടെ ആരെങ്കിലും വെറുക്കുന്നുണ്ടോ? അവരെക്കാൾ ഇരട്ടി പേര് നിന്നെ ഇവിടെ സ്നേഹിക്കുന്നുണ്ട്. അതെന്താ നീ ഓർക്കാത്തെ? അത് മാത്രല്ല മോളെ, നിന്നെ താലി കെട്ടി നിന്നെ ഭാര്യയായി സ്വീകരിച്ച നിന്റെ ഭർത്താവ് ഇവിടെയുണ്ട്. അവന്റെ അനുവാദം ഇല്ലാതെ നീ എങ്ങോട്ട് പോവാൻ? നിന്നെ ഇതുവരെ അവൻ തെറ്റിദ്ധരിച്ചിട്ടില്ല, വഴക്ക് പറഞ്ഞിട്ടില്ല. അവന് നിന്നെ ജീവനാ. ഇവരുടെയൊക്കെ മുൻപില് കാർത്തിട്ട് നിസ്സഹായനോ അമ്മ? ഒരു നിസ്സഹായനുമല്ല, അവൻ നിലപാടുകൾ ഉള്ളവനാ. ആവശ്യം വരുമ്പോ അവൻ നട്ടല്ലോടെ നിന്ന് കാര്യം പറയും. എന്റെ മോള് വാ. നാണം കെടുത്തി ഇറക്കി വിട്ടടുത്തേക്ക് ഞാനിനി എങ്ങനെ വരും അമ്മ? ദേ, മുത്തശ്ശി ഇറക്കി വിട്ടു എന്ന് പറഞ്ഞ് ഇറങ്ങി പോവാനുള്ളവളല്ല നീ. ഇത് നിന്റെ അച്ഛന്റെ വീടാ, നിന്റെ ഭർത്താവിന്റെ വീടാ. വാ ഇങ്ങോട്ട്. ഞാൻ ചെമ്പകമംഗലത്തേക്കില്ല. വേണ്ട, ഇതിനൊരു തീരുമാനം ഉണ്ടാവുന്നവരെ ഔട്ട് ഹൗസിലിരിക്കാലോ. തീരുമാനം ഉണ്ടാവണമല്ലോ. മോളെ, നീ കരയാതെ. നിന്നെ കരയിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ നിനക്ക് തോൽപ്പിക്കണമെങ്കിൽ നീ ചിരിച്ചുകൊണ്ട് നിൽക്കണം. മീനാക്ഷി എന്റെ ഭാര്യ. അവളെ എല്ലാരും കൂടി ഇങ്ങനെ ചീത്ത വിളിക്കുന്നത് എനിക്ക് ഒട്ടും സഹിക്കുന്നില്ല. ഇനിയിപ്പോ അമ്മയാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ എല്ലാരും കൂടി അവളെ ഇങ്ങനെ പ്രതിയാക്കുന്നത്? ആദ്യം ഒരു തെറ്റിദ്ധാരണ കാരണം ഞാനും അവളെ ശത്രുവാക്കി. അവള് വളരെ നല്ലവളാണെന്ന് മനസ്സിലാക്കിയപ്പോ നിങ്ങളുടെ എല്ലാവരുടെ അംഗീകാരത്തോടെയാ ഞാൻ അവളെ കല്യാണം കഴിച്ചത്. അവളെ നീ എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും എനിക്ക് അവളെ അംഗീകരിക്കാൻ പറ്റില്ല. അവൾ എന്റെ മരുമകളല്ല. അവൾ ഈ വീട്ടിലെ എല്ലാവരുടെ ശത്രുവാ. എല്ലാവരുടെയും ജീവനെടുക്കാൻ നടക്കുന്നവള്. നിന്റെ അച്ഛന്റെ ശവശരീരമെങ്കിലും ഒന്ന് കാണാൻ നിനക്ക് പറ്റിയോ? അതിന് പാവം മീനാക്ഷി എന്ത് ചെയ്തു എന്നാ ഞാൻ ചോദിക്കുന്നത്. അവളതിന് കാരണക്കാരി. അല്ലെങ്കിൽ രാമേട്ടന്റെ ഡെഡ് ബോഡി ഇന്ദ്രജ് നമുക്ക് വിട്ടു തരുമായിരുന്നു, അറിയോ? അതിന് മീനാക്ഷി ഉത്തരവാദിയൊന്നും അല്ല.
ഇത് നമ്മളോടുള്ള ഇന്ദ്രജ അമ്മായിയുടെ റിവഞ്ചാണ്. ഓ, അതുകൊണ്ടാ നമ്മുടെ ആളുകൾ ദുബായിലുണ്ടായിരുന്നിട്ടും ചന്ദ്രഗിരി ദേവരാജൻ ഇടപെട്ട് അയാളുടെ ചെലവിൽ അച്ഛന്റെ ഡെഡ് ബോഡി നാട്ടിലെത്തിച്ചത്. കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്കിനിടയിൽ മീനാക്ഷിയെ നിങ്ങൾ ഇട്ടിങ്ങനെ ഞെരിക്കരുത്. അവളാണ് ഈ കുടുംബത്തിന്റെ നാശം. അതിനൊരു തർക്കവും വേണ്ട. ഏതോ ഒരു സിദ്ധന് ഓതിക്കൊടുത്ത വേദമന്ത്രമാ മീനാക്ഷി ഈ കുടുംബത്തിന്റെ ശത്രുവാണെന്ന്. സിദ്ധനായിപ്പോ ഇവരുടെയൊക്കെ ദൈവം. സിദ്ധനെ എന്തെങ്കിലും പോലീസ് പൊക്കും, ദൈവം ലോക്കപ്പില് തുണിയില്ലാന്നിടികൊള്ളും. അന്നേരം ഇവരൊക്കെ സത്യം അറിയൂ. നീ കളിയാക്കൊന്നും വേണ്ട. ആരൊക്കെ പക്ഷം ചേർന്നാലും മീനാക്ഷിയോടുള്ള എന്റെ മനോഭാവത്തിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ആരുടെയെങ്കിലും മുഖം പോലും ഒന്ന് കാണാതെ എന്റെ രാമേട്ടനാ ജയിലിൽ കിടന്ന് ഉരുകിയത്. ഒടുവില് ആ മണലാരണ്യത്തിൽ വെച്ച് അവരെന്റെ രാമേട്ടനെ തൂക്കിക്കൊന്നു. ഇതിനൊക്കെ കാരണം അവളാ, ആ മീനാക്ഷി, മാധുരിയുടെ മകള്. ശാപം കിട്ടി അവളെ. നീ നിന്റെ ഭാര്യയായിട്ട് വാഴിച്ച ഈ കുലം വരെ നശിച്ചു പോകും. അതുകൊണ്ട് നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും അവളെ ഈ ചെമ്പകമംഗലത്തെ കാലുകുത്താൻ ഞാൻ സമ്മതിക്കില്ല. ഇത് ഉറച്ച തീരുമാനമാണോ? അതെ, എന്താ സംശയം? ഇഷ്ടപ്പെട്ട പെണ്ണിനെ താലി കെട്ടി കൂടെ കൂട്ടിയത് ഒരുമിച്ച് ജീവിക്കാനാ, അല്ലാതെ പെരുവഴിയിൽ ഉപേക്ഷിക്കാനൊന്നുമല്ല. അമ്മയുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അത് നടക്കട്ടെ. പക്ഷേ എനിക്കൊരു തീരുമാനം ഉണ്ടാവുമല്ലോ. നിനക്ക് പ്രത്യേകിച്ച് എന്ത് തീരുമാനം? എന്റെ ഭാര്യയ്ക്ക് നിൽക്കാൻ പറ്റാത്ത സ്ഥലത്ത് ഞാൻ എന്തിനു നിൽക്കുന്നു? ഞാൻ എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഇവിടുന്ന് പോകുന്നു. മോനെ, ദാ. മോനെ, കാർത്തിക്. മോനെ കാർത്തിക്, മോനെ. കാർത്തിക്. മോനെ, മോനെ, കാർത്തി. മോനെ കണ്ണൂർ ദാ, കാണാൻ മോനെ, കാർത്തിക്. മോനെ. എന്താ പറ്റിയത്? മോനെ, 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 മോനെ കാർത്തിക്. മോനെ കാർത്തിക്, കാർത്തിക് മോനെ. ദാ, കാർത്തി. കാർത്തിക്, ഈശ്വരാ. എന്നെ കണ്ണു തുറക്കടാ. ദാ, മോനെ കാർത്തിക്. ജഗദീഷ്, അത് മോൻ. മോനെ. മോനെ, മോനെ കാർത്തിക്. ജഗദീഷ്, വണ്ടി എടുത്ത് ഹോസ്പിറ്റലിൽ പോവാം. പിടിക്ക്. ഒന്ന് വേഗം ആവട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.